ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്ത എന്താണ്, വാട്ട് ഈസ് ദെയർ ട്രൂ ഇൻറ്റൻഷൻ, വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിംഗ്, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്. യാ ഷുവർ, ഐസൊലേഷൻ, അതായത് അവരിപ്പോൾ ലോക്കഡായിട്ടുള്ള സിറ്റുവേഷനിലല്ല, അതിലും കുറച്ച് കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അവർക്ക് ഒട്ടും അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷനാണ്. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് കരയാണ് അവർ. അപ്പോൾ നേരത്തെയുള്ള ഓർമ്മകൾ, അതും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം അവരുടെ സങ്കടത്തിന് കാരണം. അല്ലെങ്കിൽ അതുമാതിരി പൊട്ടിക്കരയുന്ന, ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. ഹൃദയത്തിൽ വളരെ സങ്കടമുണ്ട്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഓർക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമോഷണലി വളരെ അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്, പക്ഷേ അതിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ വേദനയാണ് ഉണ്ടാവുക. കാരണം ഇതിനു മുമ്പ്, അതായത് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. രണ്ടുപേരും പരസ്പരം ഒരുപാട് ചെളി വാരി എറിഞ്ഞിട്ടുണ്ടാവും. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടാവാം, ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, വില കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് ഓർത്ത് ദുഃഖിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എവിടേക്കോ നിങ്ങളോടുള്ളൊരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവർ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത്. ഇപ്പോൾ ആ ഒരു മുറിവുകൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റ മുറിവുകളായിരിക്കാം ഉണങ്ങാതെ കിടന്നിരുന്നത്, അതിപ്പോൾ ഹീൽ ചെയ്യപ്പെടുകയാണ്. അതാണ് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ നിങ്ങളായിരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇപ്പോൾ അവർക്കുണ്ട്. നേരത്തെ അങ്ങനത്തെ ഒരു കാര്യമേ അവർക്ക് ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ ആരാണ്, അവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്, അവർക്ക് നിങ്ങൾ ആരായിരുന്നു, ഇതൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവിടെ ഒരു അവബോധം, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ അവിടെ ഒരു വിസ്ഡം കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ബോധ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ കരയുന്നത്. ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ കരുതൽ, ഇതൊന്നും മറ്റാർക്കും കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ അബണ്ടൻസ്, നിങ്ങളെ അവർ അബണ്ടൻസ് ആയിട്ട് കാണുകയാണ്. അതിപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ അബണ്ടൻ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നതിനെക്കുറിച്ച് വളരെ അധികം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങളെ അവർ അബണ്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു അവെയർനെസ് അവർക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
യെസ്, റിലേഷൻഷിപ്പ് ഒട്ടും ബാലൻസ്ഡ് അല്ലായിരുന്നു നിങ്ങളുടേത്. പാസ്റ്റിലുണ്ടായിരുന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും ബാലൻസ്ഡ് അല്ലാതെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ലൈഫായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ബാലൻസിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് കുറവുകൾ അത് നികത്താനായിട്ട് അവരിപ്പോൾ റെഡിയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ അതിനുള്ള കാരണം, അതായത് നിങ്ങളൊരു പക്ഷേ സെപ്പറേറ്റായി പോയതിൻ്റെ കാരണം അവഗണിക്കുക മാത്രമല്ല, അവർക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, റിലീജിയൻ, കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ അതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആക്കാനും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ, ഇവർക്കുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ അതിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്താണോ അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് അതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കാതെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, വിവാഹം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ പോസിബിൾ ആണ്, അവർ അതിനു വേണ്ടി താല്പര്യപ്പെടുന്നു എന്നതാണ് കാണിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് തരാൻ കെൽപ്പുള്ള വ്യക്തിയാണ് ഞാൻ എന്നൊരു ബോധ്യം അവർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ നിങ്ങളുടെ ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിലൊക്കെ അവർ നിൽക്കുന്നുണ്ട്. അത് എല്ലാത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാൻ അവർ റെഡിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും മാച്ച് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ ആയിരിക്കാം. അങ്ങനെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരിക്കാം. ഇവിടുത്തെ കാർഡ്സിൽ പോസിറ്റീവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ അതിനെ ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ട്. അത് വേണ്ടാന്ന് വെക്കാൻ അവർ റെഡി ആവുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ, സ്കോർപിയോ, സ്പേസസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഇവിടെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ചേരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓർത്ത് കുറച്ച് പേടിയുണ്ട്. ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒന്നാകുമ്പോൾ അവർ ഒന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിന് അനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അതൊക്കെ ഇവർക്ക് കുറച്ച് ഭയമുണ്ട്. ചിലപ്പോൾ ഫാമിലി അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർ പ്രശ്നങ്ങളുണ്ടാക്കുമോ, മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത, സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ഇവർ ഭയക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് ഇവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹം ഇവർക്കുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് പ്രോസസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്, ട്വിൻ ഫ്ലെയിം ആണ്. പല സ്റ്റേജസിലൂടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് കടന്നു പോവുകയാണ്. ചില അസെൻഷൻ ജേണിയിലായിരിക്കാം, സ്പിരിച്വൽ അവെയ്ക്കനിങ്ങിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വിവിധ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളോട് ഒരുപാട് പാഷൻ ഉണ്ട്, ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പാഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ആ ഒരു സ്നേഹത്തെ, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ പേഷ്യൻസ്, ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നവർ പറയുകയാണ് നിങ്ങളോട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ അവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് സമയം കൊടുക്കൂ, ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തും എന്ന് അവർ നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവരെ തീർത്തും ഒഴിവാക്കി പുറത്ത് നിർത്തിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഇവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഇവർ നിങ്ങളെ ഒരുപാട് അവഗണിച്ചു, അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ തീരെ മൈൻഡ് ചെയ്യാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് അവരെ നിങ്ങൾ പുറത്ത് നിർത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ അവർക്കിപ്പോൾ സ്ഥാനമില്ല എന്നവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ
ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അകന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണ് അവർ ചെയ്തിരുന്നത്, ആ ഒരു കാര്യത്തെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെക്കാൾ വലുതല്ല അവർക്ക് മറ്റൊന്നും. ഇവിടെ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഒരുപക്ഷെ വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കണ്ടോ, മാരേജ്, അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതിലേക്കാണ് വരുന്നത്. മാരേജ് എന്ന് പറയുമ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് യൂണിയൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു റീയൂണിയനെ കാണിക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണത്. അതായത് ഈ ഒരു സ്പ്രെഡ് ഒരു റീയൂണിയനിലേക്ക് വരും എന്ന് തന്നെ ഡിവൈൻ പറയുകയാണ്. ഇവിടെ ഇനി പേഴ്സൺ നെയിം ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത്, ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്, എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത്, ഒ എന്ന് കിട്ടിയിട്ടുണ്ട്, എം എന്നാണ് കിട്ടിയിരിക്കുന്നത്, സി എന്ന് കിട്ടിയിട്ടുണ്ട്, വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്, എൻ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത്, പി എന്ന് കിട്ടിയിട്ടുണ്ട്, ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത്, എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്, ജി എന്നാണ് കിട്ടിയിരിക്കുന്നത്, ടി എന്ന് കിട്ടിയിട്ടുണ്ട്, ഔട്ട് ഓഫ് കൺട്രി എറണാകുളം, കോട്ടയം, കോഴിക്കോട്, ബാംഗ്ലൂർ, വയനാട്, പാലക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം. ഇവിടെ നമുക്ക് 888 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 666 കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. വെർഗോ, 444, 19, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം 37, നിങ്ങളുടെ ഏജ് ആയിരിക്കാം. 31 ഏജ് ആണ്, ഡേറ്റ് ഓഫ് ബർത്തും ആകാം. 13 ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കാപ്രിക്കോൺ, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം. 7 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 10, 44, 46, 32, 36, 25, 28, 21, സെയിം ഏജ് ആയിരിക്കാം. യെല്ലോ കളർ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ലക്കി കളറായിരിക്കാം. ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട്. തിൻ, വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം. ഗ്രീൻ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം. വിയർ ഗ്ലാസസ്, സ്പെക്സ് ഒക്കെ വെക്കുന്ന ആളാണ്. മാരേജിലേക്ക് വരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. റിലീജിയൻ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ബാൽഡ് ഹെഡഡ്, കുറച്ച് കഷൻ്റെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് തരുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു. എന്താണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്? ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സന്ദേശമോ അല്ലെങ്കിൽ റീയൂണിയനോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമേ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിവൈൻ മെസ്സേജസ്, ഏഞ്ചൽ മെസ്സേജസ്. താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും, ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.